നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 482 482. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 482. ഇപ്പോൾ നമ്മൾ 224 സർഗം ശ്രീരാമചരിതം എന്നുള്ള ഭാഗമാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 31-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ പറഞ്ഞത്, അവസാനിപ്പിച്ചത്. എന്തായിരുന്നു? പടുത്ത ചിറയിൽ കൂടി വിഭീഷണനോടും വിഭു ഹനുമാൻ ചെന്നു കത്തിച്ച ലങ്കാപുരിയിൽ എത്തിനാൻ. ആരേനെ വധിക്കണം? രാവണനെ വധിക്കണം. ആ രാവണൻ്റെ സഹോദരനായിരിക്കുന്ന വിഭീഷണൻ നീതിയുടെ മാർഗത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദാസനായിട്ട് മാറി. അപ്പം എന്താ അതിൻ്റെ ഗുണപാഠം നമ്മൾ പഠിച്ചത്? ഈശ്വരൻ്റെ ദാസനാവണമെന്നുണ്ടെങ്കിൽ നീതി, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, അധർമ്മത്തിനെ നിരാകരിച്ച് ധർമ്മത്തെ സ്വീകരിക്കാൻ സാധിക്കണം. അത് മാത്രമാണോ? ഹനുമാൻ ചെന്ന് കത്തിച്ച ലങ്കാപുരിയിൽ എത്തിനാൻ. പകുതി മുക്കാൽ കാര്യം അയാൾ ചെയ്തു കഴിഞ്ഞു. ആരെ? ഹനുമാൻ. ഇനി ഇയാളെ വധിക്കുക. ബാക്കിയുള്ള സ്പോർട്ട് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇനി ശ്ലോകം 32 പറയണു. കോട്ടവാതിൽ കൊടിക്കൂറമിന്നും പൊൻതാഴികക്കുടം. രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ ശൈലി ആണ് പറഞ്ഞത്. കോട്ടവാതിൽ കൊടിക്കൂറമിന്നും പൊൻതാഴികക്കുടം സർവം തകർത്തുകൊണ്ടെങ്ങും നിറഞ്ഞു കവിസേനകൾ. കണ്ടതൊക്കെ തരിപ്പണാക്കിയിട്ടുള്ള മുന്നേറ്റമാണ്. ആരെ? വാനരസേനകൾ. മൈതാനം വലുതാം മുറ്റം പൂമുഖം മണിമാളിക കളിസ്ഥലം കലവറ പടിഞ്ഞാറ്റ അടുക്കള. ആ ഒരു എന്താ പറയുക, വാസ്തു നോക്കിയിട്ട് പണിതിട്ടുള്ളതാണൊക്കെ. അപ്പോൾ വാസ്തു അറിയുന്ന ആൾക്കാരാണ് ഇവരും. മൈതാനം വലുതാം മുറ്റം പൂമുഖം മണിമാളിക കളിസ്ഥലം കലവറ പടിഞ്ഞാറ്റ അടുക്കള. തിക്കി തിരക്കി വന്നെത്തിയെങ്ങെങ്ങും വാനരപ്പട രാജധാനിയിലെ നല്ല ലങ്കാരാജം മുഴുക്കയും. ലങ്കാനഗരം മുഴുവൻ അവര് പരന്നുണ്ണു. ആരെ? വാനരസേനകളെ. അങ്ങനെ ആവുമ്പോൾ തകർക്കും കവിസൈന്യങ്ങൾ ആവിധം കണ്ടു രാവണൻ നികുംഭ കുംഭദ്രൂമ്രാക്ഷദുർമുദാഖ്യാരെയും മകൻ പ്രഹസ്തൻ അധികായാഖ്യൻ ഇന്ദ്രജിത്ത് വികമ്പനൻ അവസാനം ഉണർന്നേറ്റ കുംഭകർണനെയും ക്ഷണം. 2 ശ്ലോകങ്ങളെ കൊണ്ട് മഹാരഥന്മാരേനൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തകർക്കും കപസൈന്യങ്ങളാ വിധം കണ്ടു. രാവണൻ എന്ത് ചെയ്തു? നികുംഭനെ, കുംഭനെ, ധൂമ്രാക്ഷനെ, ദുർമുഖാധ്യരെയും പിന്നെ മകൻ പ്രഹസ്തൻ, അധികായാഖ്യൻ ഇന്ദ്രജിത്ത് വികമ്പനൻ അവസാനം ഉണർന്നേറ്റ കുംഭകർണനെയും ക്ഷണം. അയച്ചാൻ കുന്തവും വാളും ശൂലവും വില്ലും അമ്പുമായി
ആർത്തി ആർത്തെടുത്തിടും അവരോടൊക്കെയും സൂര്യനന്ദനൻ ശ്രീരാമചന്ദ്രസ്വാമി സൂര്യകുലജാതനാണ്. അപ്പോൾ അവിടെ ആർത്തെടുത്തിടും അവരോടൊക്കെയും സൂര്യനന്ദനൻ അത് ഒരു അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹനുമാൻ ജാമ്പവാൻ ജാമ്പവാൻ നീലൻ അങ്കാദ്യരെടുക്കവേ ലക്ഷ്മണാന്യുതനായി താനും ചെന്നെതിർത്തു രഘുത്തമൻ. അവർ ആദ്യം പിന്നെ 36, 37 രാവണൻ്റെ മഹാരഥന്മാരെ പറ്റി പറഞ്ഞു. 38, 39 38 ശ്രീരാമൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ. ഹനുമാൻ ജാമ്പവാൻ നീലൻ അങ്കദാധ്യാരടുക്കവേ ലക്ഷ്മണാന്യുതനായി താനും, അതായത് ശ്രീരാമനും ചെന്നെതിർത്തു രഘുത്തമൻ. പിന്നെ പറയണു 39ാമത്തെ ശ്ലോകം, സീതയെ കട്ടപാപത്താൽ. ശരിക്കും രാവണൻ ആരാ? ബ്രാഹ്മണൻ്റെ മകനാണ്. ബ്രാഹ്മണന് രാക്ഷസശ്രീയിലുണ്ടായിട്ടുള്ളവളാ. അത് മാത്രമല്ല സാമഗാനപ്രിയനാണ്. പിന്നെ ബാലചികിത്സയിൽ അധികേമനാണ്. ഭക്തി സാക്ഷാൽ പരമശിവനെ സന്തോഷിപ്പിച്ചിട്ട ആളാണ്. പക്ഷെ ഒരു കുരുത്തദോഷം പറ്റി. എന്താ? മുതലൊന്നും കേൾക്കില്ല. നല്ല സ്ത്രീകൾ ആരാൻ്റെ ഭാര്യമാരെ കണ്ടാൽ അയാൾക്ക് ഹാലളകും. അവിടെയാണ് പ്രശ്നം മുഴുവൻ. അപ്പോൾ സീതയെ കട്ടപാപത്താൽ നശിച്ചുള്ളോൻ്റെ സേനയെ ഗിരിവൃക്ഷാദിയാലാകെ തകർത്തു കപിസേനകൾ. കപിസേനകൾ രാവണൻ്റെ സേനകളൊക്കെ പിന്നെ മുടിപ്പിച്ചു. എങ്ങനെ? അവരുടെ ആയുധം എന്താ? ഒന്നല്ലെങ്കിൽ കയ്യ്, അല്ലെങ്കിൽ ഇടുത്ത പൊന്താത്ത മരം പിഴുതെടുത്ത് അടിഞ്ഞ, അതേമാതിരി പിന്നെ വലിയ വലിയ കല്ലുകൾ. ഗിരി വൃക്ഷാദിയാൽ, കല്ലെന്നല്ല പറഞ്ഞത്, ഗിരി പർവ്വതങ്ങൾ തന്നെ എടുത്തെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. പർവ്വതങ്ങൾ എടുത്തെറിയാൻ പറ്റിയ ആൾക്കാരാ അവർ. ഗിരിവൃക്ഷാദിയാലാകെ തകർത്തു കവിസേനകൾ ബലങ്ങൾ തീർന്നതായി കണ്ട് കോപത്താൽ കൺകലങ്ങിയോൻ പുഷ്പകത്തിലുടൻ വന്നു ശരവർഷം തുടങ്ങവേ. പുഷ്പക വിമാനത്തിൽ വന്നു നിന്നിട്ടാണ്. അപ്പോൾ ഈ എയർഫോഴ്സൊക്കെ രാവണൻ്റെ കാലത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു തന്നാൽ മതി. രാവണൻ്റെ കാലത്ത് അല്ലെങ്കിൽ ശ്രീരാമൻ്റെ കാലത്ത് രാവണൻ രാമാദികളോട് യുദ്ധം ചെയ്തത് പുഷ്കര വിമാനത്തിൽ വന്നിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബലങ്ങൾ തീർന്നതായി കണ്ട കോപത്താൻ കൺകലങ്ങിയോൻ പുഷ്പക വിമാനത്തിൽ വന്നു ശരവർഷം തുടങ്ങവേ മതിമാനാം മാതലി അങ്ങെത്തിച്ചാൻ ഇന്ദ്രവാഹനം. അപ്പോൾ ശ്രീരാമേന്ദ്രസ്വാമി കാട്ടുന്നാണ് ലങ്കയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യയിൽ വലിയ തേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദശരഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിക്കിലേക്ക് ഒരേ സമയം രഥം ഫേസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. നിമിഷത്തിൻ്റെ ഉള്ളിൽ 10 ഇതോടേക്ക് എത്തും. പക്ഷേ ഇവിടെ ശ്രീരാമനാരാ? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരാണ്. അപ്പോൾ ഇന്ദ്രൻ തൻ്റെ രഥത്തിനെയും തൻ്റെ തേരാളിയെയും ഭഗവാന് സൗകര്യത്തിന് അവിടെ എത്തിച്ചു. ബലങ്ങൾ അപ്പോൾ പറഞ്ഞു മതിമാനായ മാതലി അങ്ങെത്തിച്ചാൻ ഇന്ദ്രവാഹനം അതിൽ കരേറി ബാണങ്ങൾ തൊടുത്തോ ധീരഘൂത്തമൻ. എന്താ പറഞ്ഞത്? പുരുഷാധമാ. ഇനി ഇതിനേക്കാൾ ചീത്ത വിളിക്കാനില്ല. പുരുഷാധമാ ഞാനില്ലാതവളൻ പ്രിയപത്നിയെ കവർന്ന നാണമില്ലാത്ത നായേ കാട്ടിത്തരാം ഫലം. നീ ചെയ്ത ക്രൂരപ്രവർത്തിക്കുള്ള ശിക്ഷ ഞാൻ തരും. കാലസ്വരൂപി നിൻ കർമ്മത്തിനു കൂലി തരുന്നതാം എൻ ബാണമാർക്കും തടയാനാവില്ല എന്നോതി രാഘവൻ. അതായത് ചില കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറയണം. അതെ, താൻ എന്നോട് മുട്ടിയിട്ട് കാര്യമില്ല, എൻ്റെ ബാണങ്ങളെ തടുക്കാനുള്ള കഴിവ് തനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറച്ചിൽ തന്നെ
ഈ പ്രതിപക്ഷത്തുള്ള ആളുടെ എതിർപക്ഷത്തുള്ള ആളുടെ വീര്യം കെടും. അപ്പോൾ ഇവനെ പകുതി യുദ്ധം വേണ്ടു, പകുതി വർത്തമാനത്ത് കഴിയും. അതാണ് കാലസ്വരൂപി നിൻ കർമ്മത്തിനകൂലെതിരുന്നതാം എൻ ബാണമാർക്കും തടയാനാവില്ലെന്നോ ധീരാഘവൻ. അവിടെ നമ്മൾക്കൊരു ഗുണപാടുണ്ട്. അറിഞ്ഞോ അറിയാതെ കൊണ്ടോ തെറ്റുകൾ നമ്മൾ ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. അയച്ചോരാ വജ്രതുല്യ ബാണം മാറു പിളർക്കവേ മുഖത്താലൊക്കെയും ചോരവമിച്ചു ദശകന്ധരൻ. ഒരു ബാണം മേല് തട്ടി ചോരക്കെ പ്രവഹിച്ചു. കഷ്ടമെന്നേവരും ചൊൽകേ, കഷ്ടം എന്നേവരും ചൊൽകേന്ന അവിടെ ഒരു കഷ്ടമെന്നേ കഴിഞ്ഞിട്ടൊരു സ്പേസ് വന്നു. അപ്പോൾ എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പം കഷ്ടമെന്ന ഏവരും, കഷ്ടം എന്ന ഏവരും എന്ന് വായിച്ചാലേ അർത്ഥം ഉണ്ടാവുള്ളൂ. സംഗതി മലയാളമാണ് പണ്ട് കാര്യമില്ല, അതിൻ്റേതായിട്ടുള്ളൊരു ശൈലിയുണ്ട്. കഷ്ടം എന്ന ഏവരും ചൊൽകെ വിമാനത്തിങ്കൽ നിന്നുടൻ വീണാൻ പുണ്യങ്ങളൊട്ടാകെ തീരും സുഹൃതി പോലവേ. വലിയ ഒരു വേദാന്ത പ്രകരണം ഉപമയുണ്ട് അവിടെ. എന്താ? വീണാൻ പുണ്യങ്ങളൊട്ടാകെ തീരും സുഹൃതി പോലവേ. ഒരു സുഹൃതം ചെയ്തിട്ടൊരാൾക്ക് എത്ര വേണമെങ്കിലും മേലോട്ട് പോവാം. പക്ഷെ സുഹൃതം തീർന്നാൽ എന്ത് പറ്റും? അവിടുന്ന് താഴെ വീഴും. നമ്മൾക്കൊക്കെ പറ്റുന്ന തകരാറതാ. നമ്മുടെയൊക്കെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ എന്താണെന്നാ പറയുക, ലിമിറ്റ് എത്രയാണ്, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അത് ഒരു പ്രാവശ്യം അടച്ച് പിന്നെയും ഇതിനെ ആ ലെവലിൽ എത്തിക്കണം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ 1,00,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ 1,00,000 രൂപയുണ്ട്. ആ 1,00,000 നമുക്ക് ചിലവാക്കാം. പിന്നെ 10 രൂപ ചിലവാക്കിയാൽ ട്രാൻസാക്ഷൻ നടക്കില്ല. സോറി, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ഫണ്ട് സഫിഷ്യൻ്റ് ഇരുന്നാലല്ലേ നമ്മുടെ ATM കാർഡിന് വ്യവഹാരം ചെയ്യാൻ പറ്റൂ. അതേപോലെ ബുദ്ധിമാൻ സത്കർമ്മങ്ങൾ ചെയ്ത പുണ്യത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റാക്കരുത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ ആരെങ്കിലും അകാരണമായിട്ട് യുദ്ധം ചെയ്യണല്ലോ, വേണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത് വീണാൻ പുണ്യങ്ങളൊട്ടാകെ തീരും സുഹൃതി പോലവേ എന്ന് പറഞ്ഞു. പിന്നെ 46-ാമത്തെ ശ്ലോകം പറഞ്ഞു, കണ്ണീരൊലിച്ചുകൊണ്ടെത്തി മണ്ഡോദരി പതിവ്രത. അവിടെ ആരെത്തി? കണ്ണീരൊലിച്ചുകൊണ്ട്. മണ്ഡോദരി ആരാ? രാവണൻ്റെ ഭാര്യ. മണ്ഡോദരി പതിവ്രത എത്രയോ രാക്ഷസികളും രാവണൻ വീണതാമിടം. ലക്ഷ്മണാസ്ത്രങ്ങളാൽ കൊല്ലപ്പെട്ടോരാ പ്രിയകാന്തരെ കെട്ടിപ്പിടിച്ചു വിട്ടു വിലപിച്ചാരുറക്കവേ. അപ്പം ആ യുദ്ധത്തിൽ രാവണാദികളുടെ ചില സൈന്യന്മാരും സേനാധിപതിമാരൊക്കെ മരിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാര്യമാരൊക്കെ വന്ന് അവരവരുടെ കാന്തന്മാരെ എടുത്ത് മാറോടണച്ച് വാവിട്ട് കരയാണ്. കെട്ടിപ്പിടിച്ചു വാവിട്ടു വിലപിച്ചാരുറക്കവേ. അങ്ങു പോവുകിൽ ഈ ഞങ്ങളേവർക്കും രക്ഷയാരെ ഇനി ശത്രുക്കൾ നിറയും ലങ്കാരാജ്യം തീരെ അനാഥമായി. അതാണ് സത്യം. ശ്രീലങ്ക അനാഥമായി എന്ന് പറഞ്ഞാൽ രാവണൻ്റെ സജീവന്മാർ അല്ലാതെ കണ്ട് വാനര സേനകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സീതതൻ പ്രഭാവം കണ്ടില്ല ഏതും കാമാർത്തൻ ഈ വിധം. ഇനി അവരെന്താ ചെയ്യണത്? രാവണനെ ശപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാവണന് എല്ലാം അറിയാം, പക്ഷേ അങ്ങേ കാമത്തിനാൽ സീതതൻ പ്രഭാവം കണ്ടില്ല. സീത സാധാരണ ഒരു സ്ത്രീ അല്ല, സീത പതിവ്രതയാണ്. മാത്രമല്ല സാക്ഷാൽ മഹാലക്ഷ്മി സീതയായിട്ട് അവതാരം എടുത്തിട്ടുള്ളതാണ്, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭാര്യയായിട്ട് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീതതൻ പ്രഭാവം കണ്ടില്ല ഏതും കാമാർത്ഥനീവിധം. കാമാർത്തി പൂണ്ടാൽ സത്സ്വഭാവം പോയി ഒളിക്കും.
അപ്പോൾ ആപത്തിനൊക്കെയും മൂലം അതൊന്നാണില്ല സംശയം. രാവണൻ സീതേനെ കട്ടുകൊണ്ടുവന്നതാണ് ഈ ദുര്യോഗങ്ങൾക്കൊക്കെ കാരണം എന്ന്. അങ്ങേ കാമത്തിനാൽ കെട്ടുലങ്കയെന്നല്ല ഞങ്ങളും ദേഹം കഴുക്കൾക്കാഹാരം ജീവനോ നരകത്തിലാം. ഇനി വേറൊന്നും പറയാനില്ല. അങ്ങേ കാമത്തിനാൽ, അങ്ങയുടെ കാമം കൊണ്ട് ലങ്ക കെട്ടു എന്ന് മാത്രമല്ല, ഞങ്ങളും ദേഹം കഴുക്കൾക്ക് ആഹാരമായി തീരും. ഞങ്ങളുടെ ഭർത്താക്കന്മാർ കഴുകൾക്ക് ആഹാരമായി തീരണമെങ്കിൽ ശവാവണം. ജീവനുള്ളവരെ കുത്തി തിന്നില്ല അവർ. ജീവനോ നരകത്തില. ശരീരം കഴുകന്മാർ തിന്നാലും ജീവൻ അവിടെ പോവും, നരകത്ത് പോവും. അപ്പോൾ മരിച്ച ബന്ധുവർഗങ്ങൾക്കെല്ലാം രാമൻ കഥിക്കവേ, മരിച്ച ബന്ധുവർഗങ്ങൾക്കെല്ലാം രാമൻ കഥിക്കവേ വേഗം സംസ്കാരാദി കർമ്മം ചെന്നു ചെയ്താൻ വിഭീഷണൻ. വിഭീഷണനോട് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ അതിൽ പല ഉന്നതന്മാരുണ്ട്, ആരൊക്കെയാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല, തനിക്കറിയാം. അതുകൊണ്ട് അവരവർ അർഹിക്കുന്ന രീതിയിലുള്ള മര്യാദയോട് കൂടിയിട്ട്, മര്യാദാമസൃണമായ രീതിയിൽ അവർ അർഹിക്കുന്ന രീതിയിലുള്ള ശവസംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സംസ്കാരാദി കർമ്മം ചെന്നു ചെയ്താൻ വിഭീഷണൻ. ശ്രീരാമൻ്റെ വാക്ക് ശിരസ വെച്ചു. ശിംശപച്ചോട്ടിലൊട്ടേറെ മാർഗിടും പ്രിയപത്നിയെ അശോകവനിയിൽ ചെന്നു രാഘവൻ കണ്ടു സീതയെ. അപ്പോൾ രാമായണത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഒന്നും ഇവിടെ പറയുമ്പോൾ അത് സാരമില്ല, കാരണം കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ശിംശപച്ചോട്ടിൽ, ശിംശപാവൃക്ഷം എന്ന് പറഞ്ഞാൽ അശോകവനം എന്നാണ്. അശോകം എന്നുള്ള മരോഗം. എന്താ അശോകം എന്ന് പറഞ്ഞാൽ? ശോകമില്ലാത്തത് എന്നാണ്. അത് ചിലവർ തെറ്റിദ്ധാരണ കൊണ്ട് വീട്ടിൽ അശോകം വയ്ക്കാൻ പാടില്ല, അശോകം വയ്ക്കാൻ പാടില്ല എന്നായി. പക്ഷേ ആ വൃക്ഷത്തിന് യാതൊരു കുഴപ്പമില്ല, രാവണനാണ് കുഴപ്പം. അപ്പം രാവണൻ മര്യാദ വിട്ട് കളിക്കുക കാരണം സീതയെ കപടമാർഗത്തിൽ പറ്റിച്ച് കൊണ്ടുവന്നു. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അപ്പം നമ്മളാരും വീട്ടിൽ ശിംശുപാവൃക്ഷം ഉണ്ടെങ്കിൽ ശിംശുപാവൃക്ഷം വെട്ടിക്കളയരുത്. അത് അശോകവൃക്ഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് അശോകവനിയിൽ ചെന്ന് രാഘവൻ കണ്ടു സീതയെ. തൻ്റെ പത്നിയെ പോയി കണ്ടു. ദുഃഖം മറന്നു തന്നെ കണ്ടത്രയും മുഖപങ്കജം തെളിഞ്ഞ സീതയെ കണ്ടു രാമചന്ദ്രൻ അലിഞ്ഞുപോയി. എന്നിട്ടോ ലങ്കാരാജവും ആ കൽപ്പാന്തായുസ്സും നൽകി രാഘവൻ വിഭീഷണനെയും സുഗ്രീവനെയും ഹനുമാനെയും. അതായത് ഇവിടെ ആ വിഭീഷണനെ മറ്റുള്ളവർ ശരീരങ്ങൾ സംസ്കരിക്കാൻ പോയി പറഞ്ഞപ്പോൾ അവിടെ യുദ്ധം കഴിഞ്ഞു എന്നർത്ഥം. അത് ഞാൻ പറയാൻ മറന്നു. അതാണ് പറഞ്ഞത്. അങ്ങേ കാമത്തിനാൽ കെട്ടുലങ്കയെന്നല്ല ഞങ്ങളും ദേഹം കഴുക്കൾക്കാഹാരം ജീവനോ നരകത്തിലും. അല്ലെങ്കിൽ അതിൻ്റെ മേലെ പോണം. ലക്ഷ്മണാസ്ത്രങ്ങളാൽ കൊല്ലപ്പെട്ടോരാം പ്രിയകാന്തരെ കെട്ടിപ്പിടിച്ചു വാവിട്ട് വിലപിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ യുദ്ധം കഴിഞ്ഞു. കാരണം ഇപ്പോൾ വെറുതെ വായവ്യാസ്ത്രം ചെയ്തു, അഗ്നേയാസ്ത്രം ചെയ്തു പറഞ്ഞിട്ട് കാര്യങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം, കാരണം എനിക്കറിയാം വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും യുദ്ധാനന്തരാണ് സീതേനെ കണ്ടിട്ടുള്ളൂ. അല്ല, അതിൻ്റെ മുമ്പില്ല. അത് ഞാൻ തന്നെ സ്ലിപ്പ് ചെയ്തു എൻ്റെ വായെന്ന്. അത് തിരുത്താനാണ് ഞാൻ ഇത്രയൊക്കെ ഘോഷം പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു ലങ്കാരാജവും ആകൽപ്പാന്തായുസ്സും നൽകി രാഘവൻ വിഭീഷണനെ ശ്രീലങ്കയിലെ രാജാവാക്കി അഭിഷേകം ചെയ്തു. എന്നിട്ടോ എത്ര ആചന്ദ്രതാരങ്ങളുള്ള കാലം എന്നാ, ചന്ദ്രനും സൂര്യനും ഇതര നക്ഷത്രങ്ങളുള്ള കാലം നീ ലങ്കയിലെ രാജാവാണെന്നാണ് പറഞ്ഞത്. വിഭീഷണനെ സന്തോഷിപ്പിച്ചു. സുഗ്രീവനെയും ഹനുമാനെയും കൂട്ടി വേഗം പുറപ്പെട്ടാൻ തിരിച്ചു പോന്നു. അപ്പം പല കാര്യങ്ങളും ഇതിൽ രാമായണം മുഴുവനില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഭരതൻ വന്നു എന്നോ അല്ലെങ്കിൽ ഭരതന് പാതകം കൊടുത്തു എന്നുള്ള കഥയൊന്നും ഇവിടെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? വിഭീഷണനെയും സുഗ്രീവനെയും ഹനുമാനെയും കൂട്ടി വേഗം പുറപ്പെട്ടാൻ വനവാസം കഴിഞ്ഞവർ സീതാലക്ഷ്മണരോടും ചേർന്ന് എത്രയും വിലസിയിടുവൻ.
പുഷ്പകാഗ്യ വിമാനത്തിലേറി ആകാശമാർഗമായ അയോധ്യയ്ക്ക് ഉത്സവം പോലെ ദേവന്മാർ പുഷ്പവൃഷ്ടികൾ തുടർന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേദാന്തം ഉണ്ടെങ്കിലാണ് ഒന്ന് ഉരസി നോക്കേണ്ടത്, അത്രയേ ഉള്ളൂ. പരമാനന്ദമഗ്നരാം ശ്രീ വിരിഞ്ചനും, ബ്രഹ്മാവൊക്കെ പുറപ്പെട്ടു ഓടുന്നത്. അപ്പോൾ പരമാനന്ദമഗ്നരാം ശ്രീ വിരഞ്ജനും ശിവനും തൊഴുകൈ പൂണ്ട് രാമൻ്റെ കഥ ചൊൽകയാം. എന്നിട്ടും നമ്മൾക്ക് മടി. ബ്രഹ്മാവിനും പരമശിവനും ശ്രീരാമചന്ദ്രൻ്റെ കഥ പറയാം, പക്ഷെ നമ്മൾ മതേതരത്വം പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു നാണക്കേട്. രാമായണോ? ആർക്കാ മോശം? അവരവർക്ക് തന്നെ മോശം. രാമായണത്തിലല്ല മോശം. അപ്പോൾ ഗോമൂത്രത്തിൽ യവം വേവിച്ചതുണ്ണും വൽക്കലാംബരം ധരിക്കും താടി ജടയും മാർന്നതൻ്റെ സഹോദരൻ. ഭരതൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഗോമൂത്രത്തിലാണ് ഗോതമ്പ് വേവിച്ച് തിന്നിരുന്നത് എന്നർത്ഥം. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല. ഗോമൂത്രത്തിൽ പുറത്തിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻറ്റിബയോട്ടിക്കാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഗോമൂത്രത്തിൽ ഇതൊക്കെ പുതിയ അറിവുകളാണ്. പക്ഷേ അറിവുകൾ ആർക്കും ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗോമൂത്രത്തിൽ യവം വേവിച്ചതുണ്ണും വൽക്കലാംബരം ധരിക്കും താടി തടയും മാർന്ന് തൻ്റെ സഹോദരൻ കിടക്കില്ല നിലത്തല്ലാതെന്നെല്ലാം കേട്ടു രാഘവൻ. ശ്രീരാമചന്ദ്രൻ വന്ന് അയോധ്യാപ്രവേശം ചെയ്യുന്നത് വരെ ഞാൻ നിലത്തേ കിടക്കൂ. ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഇല്ലാത്ത വൈഭോഗങ്ങൾ എനിക്ക് വേണ്ട. സഹോദര സ്നേഹം അറിയണമെങ്കിൽ രാമലക്ഷ്മണന്മാരെ ഭരതശത്രുഘ്നന്മാരേനെ കണ്ടുപിടിക്കണം. പറഞ്ഞ ശൈലേ? ഇപ്പം അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് പാലക്കാട് ജംഗ്ഷൻ വിട്ടാൽ സാഹോദര്യം പമ്പ കിടന്നു. പിന്നെ സാലറിയുടെ പാക്കേജ് എത്ര വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. അനിയൻ 1 ബെഡ്റൂം ഹാളിലാണ് വരണ വിചാരിച്ചാൽ 3 ബെഡ്റൂം ഹാളിൽ താമസിക്കുന്ന ചേട്ടത്തിയമ്മയ്ക്ക് കണ്ണ് വിഴിക്കില്ല. അങ്ങനെയാണ് യോഗം. അത് അറിവില്ലായ്മയാണ്. അമ്മ പ്രസവിച്ച കുട്ടികളാണ്. പിന്നെ ചിലപ്പോൾ കാലാന്തരത്തിൽ അനിയൻ കുറേ നന്നായി എന്ന് വരും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം എന്തത് പറയാൻ കാരണം? കിടക്കില്ല നിലത്തല്ലാതെന്നെല്ലാം കേട്ടു രാഘവൻ ബാഷ്പാവിലാക്ഷനങ്ങനെ താൻ ആനന്ദാശ്രുപൂർണനായിട്ട് കണ്ണ് കാണാതെ ഉണ്ടായി. ആർക്ക്? ശ്രീരാമചന്ദ്രസ്വാമിക്ക്. വൈകിയും കൊണ്ടുപോകയായി ബാഷ്പാവലിക്ഷാനങ്ങെത്താൻ വൈകിയും കൊണ്ടുപോകയായി. ജ്യേഷ്ഠൻ വന്നെന്നു കേട്ട് ഉള്ളിൽ ആനന്ദം മലതല്ലുവോൻ ഭരതൻ ഭക്തിവിവശൻ കണ്ണീരൊഴുക്കി നിൽപ്പവൻ. തകിൽ നാഗസ്വരം വേദമന്ത്രഘോഷങ്ങൾ എന്നിവ മുഴങ്ങി നന്ദിഗ്രാമത്തിങ്കൽ നിന്ന് അയോധ്യാപുരം വരെ. നന്ദിഗ്രാമത്തിൽ നിന്ന് അയോധ്യാപുരം വരെ നല്ല ആദരവോടുകൂടി ഒരു ഉത്സവമേളം ആണുണ്ടായത്. പൊൻപട്ടം കെട്ടി വിലസും കുന്നെതിർ കൊമ്പനാനകൾ. കുന്നെതിർക്ക്, അതായത് കുന്നിനേക്കാൾ വലിയ ആനകൾ. പൊൻപട്ടം കെട്ടി വിലസും കുന്നെതിർ കൊമ്പനാനകൾ. ആലവട്ടം കുടതഴ കൊടിക്കൂറകൾ 1000 പുരോഹിതന്മാർ വേലക്കാർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി ചെയ്യണവർ ഭഗവാനെ സ്വീകരിക്കാൻ മുന്നിലുണ്ട്. നമ്മൾ എത്ര വലിയ ബംഗ്ലാവിൽ താമസിക്കുകയാണെങ്കിലും നമ്മളെ എടുത്ത് വളർത്തിയിട്ടുള്ള ആയമാർ, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് പറയും മെയ്ഡ് സെർവൻസ് അല്ലേ, അവരെ നമ്മൾ മറക്കരുത്. നമ്മൾ എത്ര വലിയവരായാലും ശരി, അവരെ കാണുമ്പോൾ, അവരുടെ കുട്ടികളെ കാണുമ്പോൾ അവരുടെ അച്ഛൻ നമുക്ക് ചെയ്തിട്ടുള്ള ഉപാധിരഹിതമായ സ്നേഹാദരവുകൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ അച്ഛൻ ആണ് എന്നെ എൻ്റെ കുട്ടിക്കാലത്ത് കൊണ്ടു നടന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ആശ്രയായിരുന്നേനെ എന്നൊക്കെ പറയണം. അപ്പോഴാണ് കൃതജ്ഞതയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും? കൃതജ്ഞതയാവും. രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, കൃതജ്ഞതയുടെ ഓപ്പോസിറ്റാണ് കൃതജ്ഞത.
അപ്പോൾ ഇവിടെ പറഞ്ഞു പുരോഹിതന്മാർ, വേലക്കാർ, മന്ത്രിമാർ, പുരവാസികൾ എന്നല്ല സർവപേരും ചോർന്ന് അണഞ്ഞു ഗമിക്കവേ രാമചന്ദ്രൻ്റെ പൊൻതൃപ്പാതുകരണ്ടും കരങ്ങള തൃപ്പാതുകരണ്ടും കൂട്ടശ്ശര തൃപ്പാതുക പൊന്ന് കെട്ടിയിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതുകങ്ങളെ മെതിയടി രണ്ടും തൃപ്പാതുകരണ്ടും എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? കരങ്ങളാൽ മൂർധാവിൽ വെച്ച് ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദകങ്ങൾ രണ്ടും തൻ്റെ ശിരസിൽ വെച്ച് തൻ്റെ കിരീടകം മാറ്റി. അയോധ്യയിലത്തെ രാജകുമാരന്മാരാകുമ്പോൾ ചില കിരീടങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. അപ്പോൾ മൂർധാവിൽ വെച്ച് ഇരുപുറം പിടിച്ചുകൊണ്ടു ഭാഗ്യവാൻ 14 ആണ്ടു താൻ പൂജിച്ചുള്ളൊരു ആ ദൈവതങ്ങളെ, അതായത് പിന്നെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതുകങ്ങളെയാണ് എന്ത് ആയിട്ട് കരുതുന്നത്? ദേവന്മാരായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. ദൈവതങ്ങളെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വെച്ചും കൊണ്ട് ആനന്ദകുലനായവൻ എന്തു ചെയ്തു? നമസ്കരിച്ചു തൃപ്പാദങ്ങളിൽ വീണു മഹാശയൻ എണീറ്റ് നിന്നു തൊഴുതും കൊണ്ടു മിണ്ടാതെ നിൽക്കവേ അമ്പാർന്ന് അനുജനെ കെട്ടിപ്പിടിച്ചുരുകുപുങ്കവൻ ആനന്ദാശ്രുജലം കൊണ്ടു കുളിപ്പിച്ചാൻ മഹാപ്രഭു. അതായത് ഇതിനേക്കാൾ വലിയ ഒരു ആദരവ് പരസ്പരം കൊടുക്കാനില്ല മനുഷ്യയിലെ. അപ്പോൾ സഹോദര സ്നേഹം ഒക്കെയാണ് രാമായണത്തിൽ കൂടെ പറഞ്ഞത്. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.